ദേശമുണർന്നാൽ ഒരു ഭവനത്തിൽ അഗ്നിമഴ പെയ്തിടും. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ, പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. തോമാസ് ശ്ലീഹായുടെ വിശ്വാസാനുഭവത്തോട് ചേർത്ത് വെച്ചുകൊണ്ടാണ് നമ്മളും പ്രാർത്ഥിക്കുന്നത്. കർത്താവെ, ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. രണ്ട് കരങ്ങൾ ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണുകളടച്ച് നമുക്കിങ്ങനെ ഒന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, പുത്രനായ യേശുവേ, പുത്രനായ യേശുവേ, പരിശുദ്ധാത്മാവേ, 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 വചനത്തിന്റെ അഭിഷേകം വചനത്തിന്റെ അഭിഷേകം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളോട് കരുണയായിരിക്കണമേ. കരുണയായിരിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. എന്റെ ശിരസ് മുതൽ എന്റെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ, ഉള്ളങ്കാല് വരെ, ഉള്ളങ്കാല് വരെ, ഉള്ളങ്കാല് വരെ, യേശുവേ, 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 ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ശരണപ്പെടുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പിതാവായ ദൈവമേ, പിതാവായ ദൈവമേ, എന്നോട് കാണിച്ച വലിയ സ്നേഹത്തെ പ്രതി, വലിയ സ്നേഹത്തെ പ്രതി, കരുണയെ പ്രതി, കരുണയെ പ്രതി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ രണ്ട് കരങ്ങളും ശിരസിൽ ഇങ്ങനെ കമഴ്ത്തി വെച്ച് കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലയ്ക്കകത്തുള്ള എല്ലാ ഓർമ്മകളെയും ചിന്തകളെയും വികാര വിചാരങ്ങളെയും നമുക്ക് ഈശോയുടെ കരുണയിൽ സമർപ്പിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ തലയ്ക്കകത്ത് ഇന്നലകളിൽ സംഭവിച്ച അനേക കാര്യങ്ങൾ ഓർമ്മയായി കിടക്കുന്നുണ്ടാവും. ഒത്തിരി സംഭവങ്ങൾ, മറ്റുള്ളവർ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ നിന്നെ ഭാരപ്പെടുത്തുന്നുണ്ടാവും. ഈശോയെ, എൻ്റെ മേൽ കരുണയായിരിക്കണം. പ്രത്യേകിച്ച് നമ്മുടെ തലയ്ക്കകത്തുള്ള എല്ലാ ഓർമ്മകളെയും അനാവശ്യ ചിന്തകളെയും സങ്കടങ്ങളെയും ഭാരങ്ങളെയും ഓർത്തോർത്തുള്ള ദുഃഖത്തെയും കർത്താവെ സമർപ്പിക്കുന്നു. അങ്ങനെ ഭാരപ്പെടുന്ന ഒത്തിരി പേരുണ്ടല്ലോ, എല്ലാവരും ഒന്ന് സമർപ്പിച്ച്. ചില ആളുകൾ നിങ്ങളോട് ഇങ്ങനെ പെരുമാറി, ചില വിഷയങ്ങൾക്ക് ഇങ്ങനെ പറ്റിപ്പോയി, ചില പരാജയങ്ങൾ, ഇന്നലകളിലുണ്ടായ ചില ദുഃഖങ്ങൾ, ഇതിങ്ങനെ തലയ്ക്കകത്ത് ഇങ്ങനെ കിടക്കുന്നത് കൊണ്ട് സമാധാനം കിട്ടിയാല. എപ്പോഴും ഇതിങ്ങനെ ഓർത്തുകൊണ്ടിരിക്കും. എൻ്റെ ഈ തല മുഴുവൻ കർത്താവെ നിൻ്റെ കരുണയാൽ നിറയ്ക്കണം. എൻ്റെ തലയ്ക്കകത്തുള്ള എല്ലാ ചിന്തകളെയും വികാര വിചാരങ്ങളെയും ഓർമ്മകളെയും ഈശോയെ ഈ സമയത്ത് കരുണയാൽ നിറയ്ക്കണം. നമ്മുടെ ഈ ശിരസിനെ സമർപ്പിച്ച് എല്ലാവരും ഒന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. എല്ലാ എതിർ ചിന്തകളും മാറട്ടെ, എല്ലാ എതിർ ചിന്തകളും മാറട്ടെ, അസ്വസ്ഥതകൾ മാറട്ടെ. യേശുവേ, ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം, ഈശോയെ ആരാധന, ഈശോയെ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന, ആരാധന. ഹല്ലേലൂയ. നെറ്റിയിൽ ഒരു കുരിശടയാളം വരച്ച് നമ്മുടെ നെറ്റിത്തടത്തെ വിശുദ്ധീകരിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് ഈ യേശുവിൻ്റെ കരുണയാൽ നമ്മളും നമ്മുടെ കുടുംബവും ജീവിത ബന്ധങ്ങളെല്ലാം നിറയപ്പെടാനുള്ള വലിയ ഒരു ആഗ്രഹമാണ്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നന്നായി നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. കാരണം സകല പാപങ്ങളും കടങ്ങളും ഇതാ മായ്ച്ചു കളയപ്പെടുന്ന വലിയ ഒരു അനുഗ്രഹീതമായ ദിവസമാണ്. നമ്മുടെ കുടുംബങ്ങളിലും വ്യക്തിജീവിതത്തിലുമുള്ള സകല പാപങ്ങളും സകല കറകളും യേശുവിൻ്റെ കരുണയാൽ തുടച്ചു മാറ്റപ്പെടുന്ന വലിയ അനുഗ്രഹത്തിന്റെ ദിവസമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെയുള്ള ദിവസത്തിൽ നിങ്ങൾ വിശ്വസിച്ചോണം, വലിയ ദൈവീക ഇടപെടലുകൾ ആ കൂട്ടായ്മയിൽ പ്രാർത്ഥനാ ശുശ്രൂഷ സമയത്ത് സംഭവിക്കും. നമ്മൾ സാധാരണ ദിവസങ്ങളിൽ പങ്കെടുക്കുന്നത് പോലെയല്ല, മറിച്ച് ഓൺലൈനിലൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിച്ചു കൊള്ളണം. എന്താണ്? ഇന്നത്തെ ദിവസത്തിൽ അസാധാരണമായിട്ടുള്ള ചില ദൈവിക ഇടപെടലുകൾ നമ്മുടെ ഓരോരുത്തരുടെ മേൽ സംഭവിക്കണം. അതിനുവേണ്ടി നമ്മൾ ആഗ്രഹിക്കണം.
നമ്മുടെയും നമ്മുടെ കുടുംബങ്ങളുടെയും നാളുകളായുള്ള പാപങ്ങളും പാപശാപപീഠകളും കഴുകി തുടച്ച് മാറ്റുന്ന വലിയ അനുഗ്രഹത്തിൻ്റെ ദിവസമാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ ഒരു എക്സ്ട്രാ എനർജിയോടുകൂടെ വേണം ഇന്നത്തെ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കാൻ. ഹാലേലുയാ, ശ്രദ്ധ പറഞ്ഞ ഹാലേലുയാ, ഹാലേലുയാ. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇങ്ങനെ വലിയ ദൈവകരുണ അനുഭവിച്ച് നമ്മുടെ പാപങ്ങളും കടങ്ങളും പൂർവിക ശാപങ്ങളുമെല്ലാം കഴുകി തുടച്ചു മാറ്റുന്ന അഭിഷേകം സ്വീകരിക്കാൻ ഒരുങ്ങുമ്പോൾ ഇതിനെതിരെ ആര് നിൽക്കും? പറഞ്ഞേ. സാത്താൻ വെറുതെ ഇരിക്കത്തില്ല, നിങ്ങളെ പലതരത്തിൽ ഭാരപ്പെടുത്തും കേട്ടോ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരൊക്കെ ശ്രദ്ധിച്ചോണം, പലതരത്തിൽ നമ്മളെ ഭാരപ്പെടുത്തും. അപ്പം അതുകൊണ്ട് നമ്മളൊരു പോരാട്ടത്തിലാണ്, യേശുവിൻ്റെ കരുണയിൽ ആശ്രയിച്ചു കൊണ്ടുള്ള വലിയ ഒരു പോരാട്ടത്തിലാണ്. ഇന്നത്തെ ദിവസത്തിൽ നന്നായി പ്രാർത്ഥിച്ചോളൂ. നിശ്ചയമായും നിന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്ന ഒരു അത്ഭുതം കണ്ട് അനുഭവിച്ചിട്ട് വേണം പോകാൻ. ഹല്ലേലൂയാ. പ്രഭാഷകന്റെ പുസ്തകം 35-ാം അധ്യായം 26-ാം തിരുവചനം, വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കഷ്ടതയിൽ കർത്താവിൻ്റെ കരുണ ആശ്വാസപ്രദമാണ്. ദേ 2 കരങ്ങൾ ഇങ്ങനെ നിവർത്തി ഇങ്ങനെ പിടിച്ചേ, യാചന പോലെ പിടിച്ചേ, കണ്ണടച്ചേ. നമ്മുടെ കുടുംബത്തിൽ ഒത്തിരി വരൾച്ചയുണ്ട്, നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒത്തിരി തളർച്ചയുണ്ട്. കർത്താവേ, ഈ മേഖലയിൽ അങ്ങയുടെ മഴക്കാറ് പോലെ കാരുണ്യം എൻ്റെ മേൽ പ്രവർത്തിക്കണമേ. ഓ ദൈവത്തിൻ്റെ ആത്മാവെ, ഞാൻ ആഗ്രഹിക്കുന്നു. കഷ്ടതയിൽ കർത്താവെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ശുശ്രൂഷ സമയത്ത് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ആഗ്രഹിക്കാം. ഈ ഗാനത്തിൻ്റെ വരികൾ പാടുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിൽ നിറയണം, വരൾച്ചയുടെ നാളുകളിൽ മഴക്കാറ് പോലെ കർത്താവെ അങ്ങയുടെ കാരുണ്യം ആശ്വാസപ്രദമാണ്. എൻ്റെ വീട്ടിലേക്ക് കർത്താവെ അങ്ങയുടെ കരുണ ചൊരിയണമേ. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കർത്താവെ അങ്ങയുടെ കരുണ ചൊരിയണമേ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കരുണയാലാണ്. വിശ്വസിച്ചേ, നമ്മൾ എന്തായിരിക്കുന്നുവോ അത് കർത്താവിൻ്റെ കരുണയാണ്. വിശ്വസിക്കണം. വരൾച്ചയുടെ താഴ്വരയിൽ കർത്താവെ ഒരു മഴക്കാറ് കണ്ടെന്നതുപോലെ ഒരു ആശ്വാസപ്രദമായ ഒരു അനുഭവത്തിൽ ഞാനും പ്രാർത്ഥിക്കുന്നു. 2 കരങ്ങൾ ഇങ്ങനെ യാചനാപൂർവ്വം നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് ഈ ഗാനത്തിൻ്റെ വരികളോടൊപ്പം നമുക്കൊന്ന് പാടി പ്രാർത്ഥിക്കാം. വരൾച്ചതൻ നാളുകളിൽ മഴക്കാറു പോലെ കഷ്ടതയിൽ കർത്താവിൻ കരുണയാശ്വാസം. വരൾച്ചതൻ നാളുകളിൽ മഴക്കാറു പോലെ കഷ്ടതയിൽ കർത്താവിൻ കരുണയാശ്വാസം. മിഴി നിറയും മനമിടറും കൈപ്പേറും ജീവിതം തളരാതെ കാത്തിടും നിൻ കരുണയാശ്വാസം. മിഴിനിറയും മനമിടറും കൈപ്പേറും ജീവിതം തളരാതെ കാത്തിടും നിൻ കരുണയാശ്വാസം. യേശുവേ നിന്നിലാശ്രയം കരുണയാൽ എന്നെ ചേർത്തിടണേ. യേശുവേ യേശുവേ നിന്നിലാശ്രയം കരുണയാൽ എന്നെ ചേർത്തിടണേ. യേശുവേ യേശുവേ നിന്നിലാശ്രയം കരുണയാൽ എന്നെ ചേർത്തിടണേ. ചേർന്ന് പാടിക്കേ. യേശുവേ യേശുവേ നിന്നിലാശ്രയം കരുണയാൽ എന്നെ ചേർത്തിടണേ. 2 കരങ്ങളും പരിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ച് കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുമ്പോൾ, ഓ കർത്താവെ, വരൾച്ചയുടെ എൻ്റെ ജീവിതത്തിൻ്റെ അനുഭവം, ഒരുപക്ഷെ ആത്മീയ മേഖലയിൽ വല്ലാണ്ട് വരൾച്ച അനുഭവിക്കുന്നവരാകും ഞാനും നീയും. ഒരുപക്ഷെ സ്നേഹിക്കാൻ തോന്നുന്നില്ല, വീട്ടിലെ ചില കാര്യങ്ങൾ അംഗീകരിക്കാൻ തോന്നുന്നില്ല, ചില ദുശീലങ്ങൾ വിട്ടുമാറുന്നില്ല.
എത്ര ശ്രമിച്ചിട്ടും രക്ഷപ്പെടാൻ പറ്റുന്നില്ല. ചില അപകടങ്ങളിൽ, ചില അനർത്ഥങ്ങളിൽ, തെറ്റായ ജീവിത വഴികൾ ചെന്ന് പെട്ടിരിക്കുന്നു. കർത്താവെ, ഈ വരൾച്ചയുടെ നാളുകളിൽ കർത്താവെ, അങ്ങയുടെ കാരുണ്യം അതുമാത്രമേ എനിക്ക് അനുഗ്രഹമുള്ളൂ. കർത്താവെ, അങ്ങ് തന്നതല്ലാതെ എനിക്കൊന്നുമില്ല. അങ്ങയിൽ ഞാൻ ആശ്രയിക്കുന്നു. വരൾച്ചയുടെ നാളുകളിൽ കർത്താവെ, ഒരു മഴക്കാറ് പോലെ കർത്താവെ, അങ്ങയുടെ കാരുണ്യം ഞാൻ അനുസ്മരിക്കുന്നു. ചേർന്ന രണ്ട് കരങ്ങൾ ഇങ്ങനെ അൾത്താരയിലേക്ക് വിരിച്ചു പിടിച്ചുകൊണ്ടെന്ന് പാടിക്കേ. വരൾച്ചതൻ നാളുകളിൽ മഴക്കാറുപോലെ കഷ്ടതയിൽ കർത്താവിൻ കരുണ ആശ്വാസപ്രദമാണ്. ആശ്വാസം ചേർന്ന് പഠിക്കേ. വരൾച്ചതൻ നാളുകളിൽ മഴക്കാറുപോലെ കഷ്ടതയിൽ കർത്താവിൻ കരുണാശ്വാസപ്രദമാണ്. കരുണയാശ്വാസം. എന്റെ മിഴി നിറയുന്ന നിമിഷങ്ങളിൽ മിഴി നിറയും മനമിടറും കൈപേറും ജീവിതം തളരാതെ കാത്തിടും നിൻ കരുണയാശ്വാസം. മിഴി നിറയും മിഴിനിറയും മനമിടറും കൈപ്പേറും ജീവിതം തളരാതെ കാത്തിടും നിൻ കരുണയാശ്വാസം. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് യേശുവേ, യേശുവേ നിന്നിലാശ്രയം കരുണയാൽ എന്നെ ചേർത്തിടണേ. യേശുവേ, യേശുവേ നിന്നിലാശ്രയം കരുണയാൽ കരുണയാൽ എന്നെ ചേർത്തിടണേ. യേശുവേ, യേശുവേ നിന്നിലാശ്രയം കരുണയാൽ കരുണയാൽ എന്നെ ചേർത്തിടണേ. യേശുവേ, യേശുവേ നിന്നിലാശ്രയം കരുണയാൽ കരുണയാൽ എന്നെ ചേർത്തിടണേ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച ആ കരുണയിൽ ഒന്ന് ആശ്രയിച്ചൊന്ന് സ്തുതിച്ചൊന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഓ കർത്താവേ, ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നു. ഓ കർത്താവേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു. അങ്ങയിൽ ശരണപ്പെടുന്നു കർത്താവേ. ആരാധിക്കുന്നു. ആരാധന. ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ, ആരാധന 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 ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന. എൻ ദേശമുണർന്നാൽ